ചേഞ്ച് തോണിലുള്ള മെമ്പറും കൂടിയാണ്. എന്താ പറയാ, ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സുനിത റഷീദ്. സുനിത ഇല്ലേ? സുനിത സുനിത റഷീദ് വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ കാണണം. അവരവരുടെ ഷോപ്പില് ആ ചെയറിൽ ഇരുന്നിട്ടുള്ള ആ ഒരു എന്താ പറയാ, അതിനിടയിൽ ഒരുപാട് സങ്കടങ്ങളും പ്രയത്നങ്ങളും എന്താ പറയാ, ഇപ്പോഴും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ സുനിതന്റെ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞില്ലേ സുനിത, എനിക്ക് ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആവുന്നതെന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ വന്ന വഴിയിൽ അനുഭവിച്ച ആ സ്ട്രെസ്സാണ് അവിടെ എവിടെയോ കുരുങ്ങി നിൽക്കുന്നത്. അതൊക്കെ നമുക്ക് മാറ്റാം. അപ്പൊ എന്തായാലും സംസാരിച്ച് തുടങ്ങിക്കോളൂ. വെൽക്കം സുനിത. ഇന്ന് എനിക്കും അഭിമാനം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് മുന്ന അവരുടെ മൈക്കൊന്ന് ഓഫ് ചെയ്യോ? എനിക്കും അഭിമാനം. കാരണം ഷീ സ്കില്ലില് സ്റ്റുഡന്റ് ആയിട്ട് ഇരിക്കുമ്പോൾ, അതായത് ചേഞ്ച് തോളിൽ ഫസ്റ്റ് വന്നിട്ട് എനിക്ക് തുടങ്ങണമായിരുന്നു, ഞാൻ എന്താ ചെയ്യാ, തുടങ്ങണോ തുടങ്ങണ്ടോ എന്ന് പറഞ്ഞ ഒരാള് ആ ചേഞ്ച് തോൺ കഴിയുന്നതിന് മുന്നേ തന്നെ ഇങ്ങനൊരു സീറ്റിൽ ഇരുന്ന് കാണുമ്പോൾ ഉറപ്പായിട്ടും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒട്ടും മൈൻഡ് സ്ട്രെസ്സായിട്ട് മുന്നോട്ട് പോകണ്ട, എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സംസാരിച്ചു തുടങ്ങിക്കോളൂ. വെൽക്കം സുനിത. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ക്ലാസ്സിലുള്ള ഒരാളാണ്. എല്ലാവർക്കും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ റഷീദ മാമിന്റെ കൂടെ കൂടിയിട്ട് 4 വർഷത്തോളായിട്ടാ മാമിന്റെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിട്ട്. കോൾഡാണ്. അപ്പൊ ഞാൻ ഇതുപോലെ എന്താ പറയാ, ഒരു കൂട്ടുകുടുംബത്തിലേക്കാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. അപ്പൊ മക്കൾ ഇതൊക്കെ ആയപ്പോ പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ പോയി ഓരോ ഇതായിട്ട്. പക്ഷെ മക്കളൊക്കെ വലുതായി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങിയ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ലാതായി. അപ്പൊ നമുക്കും നമ്മളേതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ ഞാന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനാണ്. വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ട് പള്ളികളിലേക്കും നോമ്പിലൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കായിരുന്നു. പിന്നെ എല്ലായിടത്തും തുടങ്ങിയപ്പോ നമുക്കത് ബിസിനസ് കുറഞ്ഞു വന്നു. പിന്നെ ഞാനത് നിർത്തി. പിന്നെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറുതായിട്ട് ചെയ്യായിരുന്നു. പിന്നെ മെയിൻ ആയിട്ട് ഞാൻ പിന്നെ ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് പേപ്പർ ബാഗിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറെ 2 പേരും കൂടിയിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ കൊറോണയുടെ ടൈം ആയപ്പോ ഇപ്പൊ ദേവി പറഞ്ഞ പോലെ ദേവി അത് മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾക്കൊപ്പമുള്ളവർക്കും അതേ താല്പര്യം വേണമായിരുന്നു. പക്ഷെ അവർക്കും അത് ഒരു എന്താ പറയാ, കൊറോണ വന്നപ്പോ എല്ലാ ഷോപ്പുകളൊക്കെ അടച്ച് നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ കെട്ടിക്കെടുക്കുന്നു. പിന്നെ ഞങ്ങൾക്കത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതായി. അപ്പൊ അതിന്റെ മെഷീനൊക്കെ വിറ്റ് ഞങ്ങള് കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടാണ് ഞാൻ ആ മെഷീനൊക്കെ വാങ്ങിച്ചത്. അപ്പൊ അതിന്റെ അടവൊന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ആ മെഷീൻ വിൽക്കേണ്ടി വന്നു നമുക്കത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ അങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല. അന്ന് ഞാൻ വിചാരിച്ച് ഇനി ഒരിക്കലും പാർട്ട്ണർഷിപ്പായിട്ട് നമ്മള് ചെയ്യില്ല, അല്ലെങ്കിൽ ഒരേ മനസ്സിൽ നല്ല ഇതിൽ നിക്കണവരാവണം. ഇത് അവരെ കുറ്റല്ല, പക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് ചെയ്യാനും ഇതാക്കാനൊക്കെ അവർക്ക് ഓരോ ടൈമിനും ചെയ്യാൻ പറ്റാതെ ആയി. അപ്പൊ അതുകൊണ്ട് അവർക്കും ബുദ്ധിമുട്ട്, നമുക്കും ബുദ്ധിമുട്ട്. പിന്നെ ഞാന് റഷീദ മാമിന്റെ കൂടെ കൂടിയ പിന്നെ ഞാൻ ക്രാഫ്റ്റ് ഐറ്റംസുകൾ കുറെ ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു. കുറെ മറ്റേ എക്സിബിഷനൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെയാണ് എനിക്ക് ഞാൻ ചെയ്യണ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ളത്. നമ്മൾ വീട്ടിലിരുന്നിട്ട് ചെയ്യുമ്പോൾ ആർക്കും അത്രയുണ്ട് അങ്ങനെയുണ്ട് പോണില്ല. അപ്പൊ എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് ഷോപ്പ് തുടങ്ങണം എന്നുള്ളത്. പക്ഷെ അത് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് ചേഞ്ചത്തോണിൽ ജോയിൻ ചെയ്തത്. നമ്മളെ സഫ്ന മാമിന്റെ ക്ലാസ്സും റഷിദ മാമിന്റെ സപ്പോർട്ടൊക്കെ കൂടി ആയപ്പോൾ നമുക്ക് അത് എന്തായാലും തുടങ്ങാം. പിന്നെ എന്റെ മക്കളെ സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക്. ഹസ്ബൻഡിന്റെ അത്രക്കില്ല കേട്ടോ. മക്കള് നല്ല സപ്പോർട്ടായിരുന്നു. ഉമ്മ തുടങ്ങും, ഉമ്മ വീട്ടില് വെറുതെ ഇരിക്കല്ലേ എന്നുള്ള ഒരു ഇത്. അതെന്ന് വെച്ചാൽ അവര് രണ്ടാളെ കല്യാണം കഴിഞ്ഞ് മോനും പഠിപ്പ് കഴിഞ്ഞ് ജോലിക്ക് കയറി. പിന്നെ എനിക്ക് വീട്ടില് പണിയൊന്നുമില്ല. അങ്ങനെ നമ്മള് സാധാ ഒരു ഇതായിട്ട് ഇരിക്കല്ലേ. അപ്പൊ വെറുതെ എനിക്കും നമ്മ വെറുതെ ഇരിക്കും, നമുക്ക് സ്ട്രെസ്സും കൂടെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഷോപ്പ് തുടങ്ങിയാലോ എന്നുള്ളൊരു അങ്ങനെ കയ്യില് പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് എന്താ മുദ്ര ലോൺ എടുത്ത് അത് എന്താ പറയാ,
നമ്മൾ ഷോപ്പ് കാണായ ഒരു ഐഡിയ കിട്ടി. ഞാന് റെന്റലിന്റെ ഷോപ്പാണ് തുടങ്ങിയിട്ടുള്ള, ബ്രൈഡ്സിന്റെ റെന്റൽ ഷോപ്പ്. അപ്പൊ ഐഡിയ കിട്ടിയപ്പോ ആലോചിച്ചിരുന്നില്ല, പെട്ടെന്ന് അത് കൊണ്ടുപോയി. എനിക്ക് അങ്ങനെയാണ്, എനിക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയാൽ പെട്ടെന്ന് അത് എനിക്ക് ചെയ്യണം. അതിങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ, ഉറക്കം കിട്ടില്ല എനിക്ക്. പിന്നെ അത് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്താണ്ട് അങ്ങനെയാണ് പടച്ചോന് ഇങ്ങനെ ഒരു ഇത് നമുക്ക് ആക്കി തന്നത്. എന്നാലും എന്താ പറയാ, നല്ല സ്ട്രെസ് ഉണ്ട്. നമുക്കിതൊന്നും എന്താ പറയാ, ലോൺ അടക്കണം, റെന്റ് കൊടുക്കണം. അപ്പൊ ഈ ജൂൺ ജൂലൈയിലൊക്കെ നമുക്ക് ഈ ഭയങ്കര സീസണ് കുറവല്ലേ, കച്ചവടം കുറവുള്ള ടൈമാണ്. അപ്പൊ ഒക്കെ നമുക്കത് നടന്നെത്തിക്കാനും, ഞാൻ റഷീദ മാമിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിർത്തിയാലോ എന്നുള്ളൊരു ഇത് വന്ന് എനിക്ക് ടെൻഷനായിട്ടേ. പക്ഷെ നിർത്തൂല്ല ഞാൻ ഒരിക്കലും. അത് അപ്പോഴൊരു വിഷമത്തിന് ഞാൻ പറഞ്ഞു, അതാ മാം പറഞ്ഞത് അതിന്റെ ടെൻഷൻ ആയിരിക്കും എനിക്കെന്ന്. പക്ഷെ ഞാൻ നിർത്തൂല്ല. അങ്ങനെ ഇപ്പൊ ഇതിൽ കൂടെ തന്നെ ഞാന് ഇനിയിപ്പോ ഞാനിപ്പോ ഇവിടെ ഒരു 8-9 മാസമായി ഞാനിപ്പോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇത് ഇപ്പൊ റെന്റൽ ബിസിനസ് അല്ലേ, അത് ഒരു സൈഡിൽ. അപ്പൊ ഞാൻ ഇപ്പൊ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കൂടെ ഒന്നുകൂടി അത് വിപുലീകരിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതും എംബ്രോയിഡറി ചെയ്ത് കൊടുക്കാൻ ഇപ്പൊ ഞാൻ പുറത്ത് കൊടുത്തിട്ട് അറിയുന്നവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നമുക്ക് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ തന്നെ ഇവിടെ ഷോപ്പില് നമ്മൾ ഏതായാലും റെന്റ് കൊടുത്തിട്ട് ചെയ്യണതല്ലേ, അപ്പൊ ഷോപ്പിൽ തന്നെ ആളെ നിർത്തിയിട്ട് ചെയ്യിച്ചാലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ പടച്ചോനതിന് അത് എന്താ പറയാ, സാഫല്യാക്കി തരട്ടെ. അത്ര നടക്കും എന്തായാലും. അതാണ് നമ്മൾ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് കഷ്ടപ്പാടുണ്ട്. നമ്മളെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അതുകൊണ്ട് തുടങ്ങി പെട്ടെന്ന്, അങ്ങനെയല്ല. നന്നായി നമുക്ക് ബുദ്ധിമുട്ടണം. അതിനനുസരിച്ചിട്ട് നമുക്ക് അതിനുള്ള ഓരോ ഇത് ബിസിനസ് നടക്കുമ്പോഴും നമുക്ക് അതിന്റെ സന്തോഷമാണ്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കത് നല്ല സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലും നമ്മളെ വീട്ടിൽ കൊടുക്കാനും വീട്ടിൽ ചെയ്യാനും വാങ്ങിക്കാനൊക്കെ പറ്റുമ്പോ. പക്ഷെ അതിനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നമ്മളൊന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലോ, ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് വിജയിക്കില്ല, അത് നമുക്കറിയാം. കുറച്ച് സ്ട്രഗിൾ ചെയ്താൽ തന്നെ നമ്മൾ അതില് മുൻപോട്ട് പോവുള്ളൂ. മാം സ്ഥലം എവിടെയാ? ഞാനിപ്പോ ആവരത്തില്, തൃശ്ശൂർ ഡിസ്ട്രിക്ട്. ശരി. പിന്നെ ഞാന് ഒന്നാമത് എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് പിന്നെ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ വന്നിട്ട് അവിടെ എന്താണ് വേറെ ചിലപ്പം ആ ഒരു ഐഡിയ സുനിത മനസ്സിൽ ഉദ്ദേശിക്കണമെന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് അതിനോട് കൂടി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥലവും ഒരു വീഡിയോ ഒക്കെ എനിക്കൊന്ന് അയച്ചാ, എന്നിട്ട് അതിന്റെ കൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്നുള്ളത്. പിന്നെ ഞാൻ സുനിതനെ ഇടയ്ക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടെങ്കിലും സുനിത ഇപ്പൊ ശരിക്കും പറഞ്ഞാലേ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം സുനിത ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. സുനിത ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യും എന്നുള്ള നല്ല സ്ട്രെസ്സിലൂടെ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടേന്നോ, നമ്മൾ അങ്ങനെ സ്ട്രെസ്സിലൂടെ പോകുമ്പം ഞാൻ എത്രയോ തവണ സുനിതന്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സുനിതന്റെ അടുത്ത് എന്നല്ല എല്ലാവരോടും പറയാറുണ്ട്, ഞാൻ എന്തിനും നിങ്ങൾക്ക് ആരില്ലെങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയാറുണ്ട്. അപ്പം ഒന്ന് എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്ക് ആ ഒരു അവിടുത്തെ സ്പേസും അവിടുത്തെ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് അവിടെ എന്താണ് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നത് നോക്കി അവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ സുനിതന്റെ അടുത്ത് അങ്ങനെ പറയല്ലോ, സുനിതക്ക് അറിയാലോ എനിക്ക് എത്ര കോണ്ടാക്ട് ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ ഈ പിന്നെ റെന്റഡ് ബിസിനസ്സിലേക്ക് പോവാത്തതിന് അതിൻ്റെതായ കുറെ കാരണങ്ങളുണ്ട്. പക്ഷെ സുനിത സ്റ്റാർട്ട് ചെയ്ത് ഒരുവിധം അതിന്റെ കാര്യങ്ങൾ നീക്കിയേറെ ഞാൻ അറിയുന്നത് ഇത് റെന്റഡ് ബിസിനസ്സിലേക്കാണ് ചെയ്യുന്നത്. പക്ഷെ സുനിത സംരംഭക എന്ന രീതിയിലേക്ക് വരുമ്പോഴൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് സുനിതന്റേതായ ഒരുപാട് കഴിവുണ്ട്. നന്നായിട്ട് പിന്നെ മാക്രൈമിന്റെ വർക്ക് ചെയ്യാറുണ്ട്. മാം നമുക്കത് ഓർഡർ കിട്ടുമ്പോ നമ്മൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നീ സമയം പോലെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്കൊന്ന് അയച്ചാ, അവിടെ കുറച്ച് കാര്യങ്ങളും കൂടി എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതെന്താന്നുള്ളത് പറയാം. എന്നിട്ട് അത് അല്ലെങ്കിൽ വേണ്ട, നിനക്ക് ഞാൻ ഷീമിത്രയുടെ ഒരു സംവിധാനത്തിന്റെ ഒരു തൃശ്ശൂർ ജില്ലയിലെ ഒരു പാർട്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റാം. അപ്പൊ പിന്നെ എന്തായാലും എന്ത് വേണമെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തു തരും. സ്ട്രെസ്സും പരമാവധി കുറയ്ക്കട്ടോ. കാരണം എന്താണോ, നീ ഇത്രയും സുനിത റഷീദ് സുനിതന്റെ യാത്ര പറയേണ്ടതാണ്. പക്ഷെ പറയാതെ വെച്ച കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം എത്തിച്ചിട്ട് നമ്മള് ചില ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുള്ളതാണോ അത്യാവശ്യമുള്ളതാണോ അലങ്കാരത്തിനുള്ളതാണോ എന്ന് നമ്മൾ നോക്കണം.
അപ്പൊ ഇത് എപ്പോഴും നമുക്ക് പോകുന്നല്ല. ഇപ്പൊ ജൂൺ ജൂലൈ മഴ സമയത്ത് സീസൺ ടൈം അല്ല. അപ്പൊ ആ സമയത്തേക്കും നമ്മൾ ആളുകളെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാവണം. എന്നാൽ നമുക്കിങ്ങനെ ടെൻഷൻ ഉണ്ടാവില്ല. ഈ 2 മാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, യുണീക്ക് ആയിരിക്കണം. എന്ത് കാര്യം എപ്പോഴും ഞാൻ പറയുന്ന ഒരു വേർഡാണ് അത്. ഇപ്പൊ തൃശ്ശൂരുള്ള ആളാണെങ്കിലും ഞാൻ മുന്നേ സുനിതേനെ എന്റെ പെങ്ങളെ മോളുടെ കല്യാണത്തിന് സമയത്ത് സുനിതേനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. സാരി ഉണ്ടോ, റെഡി ടു വെയർ സാരി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ നമ്മൾക്ക് ചില കാര്യങ്ങള് നമ്മൾ എവിടെ ഉണ്ടായാലും ആളുകളിലേക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് അത് മറ്റുള്ള സ്ഥലത്ത് ഇല്ലാത്ത സംഭവമാണെങ്കിൽ അത് എവിടെ ഉള്ളവരായാലും പറയും ഇന്ന സ്ഥലത്ത്, തൃശ്ശൂർ ഇന്ന സ്ഥലത്ത് അതുണ്ട്. ഇപ്പൊ എല്ലാം നടക്കുന്ന ഓൺലൈൻ ബിസിനസ് ആണ്, ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഒട്ടും വിഷമിക്കണ്ട, സ്ട്രെസ്സും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ അവിടെ എന്താണ് കൊണ്ടുവരാൻ പറ്റുന്നതെന്നൊക്കെ ഒന്ന് സമയം പോലെ ഒന്ന് വീഡിയോ എടുത്ത് ഇതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. കാരണം സ്പേസിന്റെ കുറവൊന്നും ഇല്ല അവിടെ. കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒന്ന് ആഡ് ഓൺ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇതിന് ഭംഗം വരാത്ത രീതിയിൽ തന്നെ നമുക്ക് അതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കാണുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരോടൊക്കെ കാണിച്ചു. നമ്മളെ അടുത്ത് ഇപ്പൊ വന്നവരും പറഞ്ഞിട്ടുണ്ട്, നമ്മളെ അടുത്ത് യൂണീക്ക് ആയിട്ടുള്ള പീസുകളാണ് ഉള്ളത്. എല്ലായിടത്തും കുറെ പീസുകളും കാര്യങ്ങളും ഉണ്ടാവും, നമ്മളേലും കൂടുതൽ ഐറ്റംസുകൾ ഉണ്ടാവും. ഇപ്പൊ അത് മാത്രമല്ല, റെന്റഡ് ബിൽഡിംഗ് അല്ല, റെന്റഡ് ഷോപ്പ് എന്നുള്ള രീതിയിൽ സുനിതന്റെ അടുത്ത് എല്ലാ എമൗണ്ടിന് പറ്റുന്നതും ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ചില റെന്റഡ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 3000 എബവ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ കൊറേ ഇങ്ങനെ 2-3 ഇങ്ങനെ കസ്റ്റമേഴ്സ് വന്നപ്പോ പറഞ്ഞ് ഇവിടെ ഇപ്പൊ വലിയ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ചാവക്കാട്. ഈ കിയോറ എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പുള്ളവരാണ്. പക്ഷെ അവിടെ ഉള്ളതിലും അവിടെ കുറെ നമ്മളേലും കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മളെ അടുത്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഉള്ളതെന്നാണ് അവര് നമ്മളെ അടുത്ത് പറഞ്ഞത്. പിന്നെ വേറെ ഒന്നും ടെൻഷൻ ആവാനില്ലല്ലോ, റെന്റ് ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല, അതും നടക്കും. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്ട്രെസ് ഈ ജൂൺ ജൂലൈ ഈ മഴ സമയത്ത് കല്യാണ സീസൺ അല്ലല്ലോ, അതിന്റെ ഒരു കാര്യമാണ്. ബുക്കിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ സെപ്റ്റംബർ. ഇപ്പൊ മാസത്തിലൊക്കെ കല്യാണങ്ങൾ കൂടുതലാണല്ലോ. അതെ അതെ, കർക്കിടകം കഴിഞ്ഞാല് ഇപ്പൊ കല്യാണം വരും. ചിങ്ങം തുടങ്ങിയില്ലേ, അപ്പൊ ഇനിയിപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ വരും. നമ്മളടുത്ത് ഞങ്ങളവിടെ പാവർട്ടി എന്ന് പറഞ്ഞാല് ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നമ്മളടുത്ത് അങ്ങനത്തെ ക്രിസ്ത്യൻസിന് പറ്റിയതും ഹിന്ദുസിന് പറ്റിയതും എല്ലാവർക്കും പറ്റിയതും ഉണ്ട്. അങ്ങനെ ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് അവരാണ് കൂടുതൽ നമ്മളടുത്ത് വരുന്നത്. ഓക്കെ, നോക്കാം, നമുക്ക് ആലോചിക്കാം. എന്തായാലും ഇല്ലേ, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ളത്, ഒരു സംരംഭം ചെയ്യാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെന്ത് സംരംഭം ആയിക്കോട്ടെ. ഒരു കുഞ്ഞ് എന്താ പറയാ, പണ്ടൊക്കെ പറയുന്ന പോലെ ഒരു മുറുക്കാൻ കട ഇടണമെങ്കിൽ പോലും അതിൻ്റെതായ പ്രയാസമുണ്ട്. പക്ഷെ അത് നമ്മൾ എത്രത്തോളം പിടിച്ചു നിൽക്കും എന്നുള്ളതും അത് എത്രത്തോളം നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളതും ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ മൈൻഡ് ഡൗൺ ആകുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം സുനിതനെ സംബന്ധിച്ച് ഇറക്കിയ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ ഉപരിയായിട്ട് അതിനനുസരിച്ചുള്ള കഴിവുള്ള വ്യക്തിയാണ്. മക്കളുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ എവിടെ യാത്ര ചെയ്ത് എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. എല്ലാം പറ്റുന്നതാണ്. അപ്പോൾ ഏത് കാര്യത്തിലും ഏത് സംരംഭത്തിലും അതിൻ്റെതായ ഒരു ചെറിയ നമ്മളതൊന്ന് റെഡി ആവുന്നത് വരെയുള്ള ഒരു പ്രയാസം ഉണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും. അപ്പൊ അവിടെ ഇത് എവിടെയാ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, അവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തു തരാം. ഓക്കെ, പിന്നെ ഇനി ഇവരടുത്ത് എന്നെ ഇതിൽ ക്ഷണിച്ചതിൽ സന്തോഷം. നമ്മളൊരു ഗസ്റ്റ് ആയിട്ട് കണ്ടതില്. ഇല്ല, നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ എന്താ പറയാ, എന്നോട് ഇപ്പൊ പോയിട്ട് എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഈ ടെക്സ്റ്റൈൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് നല്ല പ്രോഫിറ്റ് ഉള്ളതാണ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇന്ന് വരെ യെസ് പറയാത്ത കാര്യമാണ് ടെക്സ്റ്റൈൽ ബിസിനസ്. കാരണം എന്തുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഈ യാത്ര ഭയങ്കര, നമ്മളെപ്പോഴും യുണീക്ക് ആയിട്ടുള്ള കാര്യം പോയി നോക്കണമെങ്കിൽ നമ്മൾ തന്നെ യാത്ര ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ ട്രീറ്റ്മെന്റ് നടക്കുന്ന സമയത്ത് ഈ യാത്ര കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഇനി എന്ത്
പ്രോഫിറ്റ് ഉള്ള സംഭവമായാലും എനിക്കത് വേണ്ട. കാരണം എന്നെ കൊണ്ട് യാത്ര ചെയ്യാനോ അതൊന്നും പറ്റില്ല. അപ്പൊ സുനിത പോയി യാത്ര ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുവന്ന് അവിടെ ഇത്രയും ആക്കി. ഇനി അതങ്ങ് നടന്നോളൂ കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും പ്രയാസപ്പെടണ്ട. ഈ 2 മാസങ്ങളില്ല അതങ്ങ് റെഡി ആയിക്കോളും. പിന്നെ ചില സമയം ഇതാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആകുലതകൾ അങ്ങ് ഒഴിവാക്കിയേക്കട്ടാ. സന്തോഷം കണ്ടെത്തുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അത് ഓക്കെ ആവും. നമ്മൾ ഏത് കാര്യത്തിലാ ഇപ്പൊ ഞാനായാലും അറിയാലോ ഈ ഷീമിത്ര എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഇവിടം വരെ എത്തിയത് എത്ര സ്ട്രെസ് ആയിട്ടാണ് എന്താണെന്നുള്ളത്. അപ്പൊ അതെ. എല്ലാ കാര്യങ്ങളും റെഡിയാവും. ഞാനും കൃത്യമായിട്ടൊന്ന് ആലോചിക്കാം ആ ലൊക്കാലിറ്റിയിൽ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം കുറച്ച് ഐഡിയാസ് ഞാനും ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും ചേഞ്ചത്തോൺ സ്റ്റാർട്ടിങ്ങിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന മെന്റാലിറ്റിയിൽ നിന്ന് ചേഞ്ചത്തോൺ യാത്രയിൽ തന്നെ ഒരു ബിസിനസ്സുകാരിയായിട്ട് അല്ലെങ്കിൽ ഒരു സംരംഭകയായിട്ട് വന്ന് ചേഞ്ചത്തോൺ കഴിയുമ്പോഴത്തേക്ക് ഈ സ്ട്രെസ് ഒക്കെ മാറി ഹാപ്പി ആയിട്ട് ഈ പ്രോഫിറ്റിന്റെ കഥകൾ പറയുന്ന ഒരു സുനിത റഷീദായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. അതുപോലെ ഈ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ. എന്തായാലും സുനിത ഇപ്പൊ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ഡിസൈനിങ് ആ ഒരു രീതിയിലും കൂടി ഒന്ന് ചെയ്യുക. പിന്നെ വരുന്ന കസ്റ്റമേഴ്സ് അന്ന് ഒരു ഇത് ഞാൻ കുറെ നെറ്റിനൊക്കെ പരതി അങ്ങനെ നടന്ന ഒരു കാര്യം ഉണ്ടായില്ല. അതുപോലെ വരുന്ന ആര് നമ്മളെ ഒരു സ്റ്റാർട്ടിങ് ആണെങ്കിലും ചിലവര് നമ്മളെ ഒരു ഇവര് തുടക്കല്ലേ ഇവരെ ഏത് രീതിയിലും നമുക്ക് ഇതാക്കാന്നുള്ള രീതിയിൽ സ്ട്രെസ് തരാൻ വേണ്ടിയിട്ട് വരുന്നവരെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ. നമുക്ക് ബിസിനസ് എന്തായാലും വരും. ബിസിനസ് വരും എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാർക്ക് അവർക്കനുസരിച്ച് എപ്പോഴും നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിന്റെ സ്റ്റാൻഡിൽ നിനക്ക് നിൽക്കാൻ ഷുവർ ആയിട്ടും പറ്റും കേട്ടോ. അപ്പൊ ഓക്കെ. ഓക്കെ. താങ്ക് യു സുനിത ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിൽ. ഇനി നമുക്ക് ഇവരുടെ അടുത്ത് കുറച്ചൊന്ന് സംസാരിക്കാം നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്ത്. എപ്പോഴും ഓക്കെ. ഇങ്ങനെ ഓരോ ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ട് സഫ്ന മാമിന്റെ ക്ലാസ് കേട്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ നിങ്ങൾക്ക്? ഇതിൽ കുറച്ച് പേരൊക്കെ നമ്മളുടെ ഒരു 5 days ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ പലരുടെയും എന്താ പറയാ പലരുടെയും ഒരു ധാരണ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഈ ചേഞ്ചത്തോണ്ട ഭാഗം തന്നെയാണ് 5 days ക്ലാസ്. അല്ല, 5 days ക്ലാസ് നമ്മുടെ ഷീമിത്രയുടെ ഏതെങ്കിലും ഡിവിഷനിലേക്ക് ഒരു എന്താ പറയാ ഒരു ട്രെയിനിങ് ആണ് കേട്ടോ. ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ, പറ്റുന്നവരൊന്ന് വീഡിയോ ഓൺ ചെയ്തേ. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാനുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ഒരു കാര്യം പറയാം. പിന്നെ ഇപ്പം സുനിത അവിടെ ഉണ്ട്. സുനിത ഏകദേശം ഇവിടെ എത്താൻ ഈ സംരംഭക എന്ന രീതിയിൽ ആ ചെയറിൽ ഇരിക്കാൻ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏകദേശം? മൈക്ക് ഓഫ് ആണ് സുനിത. ഞാനൊരു 10 ലക്ഷം ഒക്കെ ആയിട്ടുള്ളൂ. ഓക്കെ. ഞാൻ 10 ലക്ഷം ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളുടെ ഷീമിത്ര നടത്തുന്ന പരിശീലനത്തിലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന ഒരു പിന്നെ ഫുഡ് ഐറ്റംസോ ക്രാഫ്റ്റോ പിന്നെ ഗിഫ്റ്റോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു 3 month പരിശീലനം. നമ്മൾ സംരംഭക ആവണമെങ്കിൽ ഒരു ഇൻകം ഏൺ ചെയ്യണമെങ്കിൽ നമുക്കൊന്നും ചെയ്യാണ്ട് നടക്കുമോ? ഒരു ടൈമും സ്പെൻഡ് ചെയ്യുന്നില്ല, ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആയി മാറാൻ പറ്റുമോ? ഇല്ല. 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 ഇനി നമ്മുടെ ഈ 5 ദിവസത്തെ ക്ലാസ് എന്താന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ബിസിനസ് ചെയ്യാൻ, ഷീമിത്രയുടെ ഡിവിഷനിൽ ഗിഫ്റ്റ് ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫുഡ് ബിസിനസ് ചെയ്യാൻ അതിന് വേണ്ട പരിശീലനം, അതിന് നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യുന്നത് എടുത്തു കൊണ്ടുവന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള മാർക്കറ്റിംഗ്, അതിന്റെ പാക്കിങ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. സുനിതയാണ് അതിന്റെ ആൻസർ പറയേണ്ടത്. എല്ലാ കാര്യങ്ങളും അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു. അവർ ചെയ്യുന്ന പ്രൊഡക്റ്റ് അവിടുന്ന് പിക്ക് ചെയ്യുന്നു, അത് പാക്ക് ചെയ്യുന്നു, ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നു, മാർക്കറ്റിംഗ്, പിന്നെ അതിന്റെ പാക്കിങ്, അതിന്റെ റോ മെറ്റീരിയൽസ് എത്തിക്കുന്ന എല്ലാ കാര്യം ചെയ്യുന്നു. ഇവർക്ക് അതിന്റെ എമൗണ്ടും കൊടുക്കുന്നു. എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഇല്ല മാം. റിസ്ക് ഒന്നും എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? റിസ്ക് ഇല്ല. റിസ്ക് ഇല്ല എന്ന് മാത്രമല്ല ഏറ്റവും പ്രധാനം നമ്മളെ മാർക്കറ്റിംഗ് ആണ്. ഞാൻ ഈ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി, പക്ഷെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ഒക്കെ. അതാണ് എനിക്ക് ബുദ്ധിമുട്ട്. സുനിത ചെയ്യുന്നതിൽ ആ ഇതില്ലേ മറ്റേ തൊട്ടില്, ആ സംഭവത്തിന്റെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തരണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അത് പിന്നെ അതിന്റെ വീഡിയോ, നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത് ഇവിടെയുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്.
അപ്പൊ അവക്ക് അവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ ഓരോ പിന്നെ ഓരോ ഗിഫ്റ്റിന്റെ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഹോം ഡെക്കറിന്റെ കാറ്റഗറിയിൽ അത് അപ്ലോഡ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ അതിനാവശ്യക്കാർ വരുന്ന അറിയുള്ളൂ. അത് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ആരാ ചെയ്യേണ്ടത്? അത് ചെയ്യുന്ന നിലവിൽ ഇപ്പൊ സുനിതയാണ്. അപ്പൊ അത് സുനിതയിലേക്ക് എത്തും. സുനിത സമയം പോലെ അതിനൊരു ടൈം പീരീഡ് പറഞ്ഞിട്ട് ചെയ്യാം. ആ ഒരു രീതിയിലാണ്. അപ്പം ഷീമിത്രയില് അറിവും അതിന്റെ മാർക്കറ്റിങ്ങും അതിന്റെ റോ മെറ്റീരിയൽസും അതിന്റെ ഫോളോ അപ്പും വ്യക്തിഗത സപ്പോർട്ടും ഒക്കെ ഉണ്ട്. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യാന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. ഞാനിത് പറഞ്ഞത് സുനിത ഇപ്പം എനിക്ക് മനസ്സിലായി സുനിത എന്തുകൊണ്ട് ഇത്ര സ്ട്രെസ്. ഇനി ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊരു ഗിഫ്റ്റ് ഐറ്റംസ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മളൊരു 30 പേർക്ക് ഗിഫ്റ്റ് ഐറ്റംസിന്റെ ഷിയോറ എന്നുള്ള ഗിഫ്റ്റ് ഐറ്റംസിൽ 30 പേരെ എടുക്കുന്നു എന്ന് വെച്ചോ. 30 പേരാണെങ്കിൽ കൂടിയും നമ്മളത് എല്ലാ ജില്ലയിലേക്കും എല്ലാ സ്ഥലത്തേക്കും ഗിഫ്റ്റ് ഷിയോറിന്റെ ഗിഫ്റ്റ് ചെയ്യുന്നത് ഈ 30 പേരാണ്. നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് ചെയ്യുമ്പം അത്രയും യുണീക്ക് ആയിട്ടുള്ള ഗിഫ്റ്റ് ആ രീതിയിൽ മാർക്കറ്റ് ചെയ്യുമ്പം എൻക്വയറി വരും. നമ്മൾ ആ രീതിയിൽ ചെയ്യുന്ന സമയത്ത്. അതുകൂടാതെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരാൾക്ക് വീട്ടിലിരുന്നിട്ട് എന്താ പറയാ, ഇനി ഗിഫ്റ്റ് ഐറ്റംസ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറയാം, നിങ്ങൾ തുടക്കത്തിൽ ഇപ്പം സുനിത സ്പെൻഡ് ചെയ്തത് ഒരു 10 lakh rupees ആണ്. നമ്മളിപ്പോ ഷിയോറയിൽ ഒരു ഗിഫ്റ്റ് ഐറ്റംസ് ബിസിനസ് ചെയ്യണമെങ്കിൽ അവർ ആ 3 month കോഴ്സ് പഠിക്കാനുള്ള ഒരു കോഴ്സ് ഫീസും പിന്നെ അതിന് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിയോറിന്റെ ഗിഫ്റ്റ് ഐറ്റംസ് പരിശീലിപ്പിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കാൻ പറയുന്നില്ല. യുണീക്ക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഗിഫ്റ്റ് ഐറ്റംസ് ആയിരിക്കണം. എന്നാൽ അത്രമാത്രം കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കരുത്. റോ മെറ്റീരിയൽസ് എന്തായിരിക്കണം? ഒരു പറഞ്ഞോളൂ. നമ്മുടെ ഫെംബ്രണേഴ്സിന്ന് പഠിച്ച സോപ്പ് മേക്കിംഗ് ഞാൻ ചെയ്തിട്ട് അത് നല്ല മൂവിങ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ജുവേരിയും ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പം ഓരോ കാര്യം ചെയ്തിട്ട് ഇപ്പൊ ലേണേനാണ് 300 items പഠിപ്പിക്കുന്നുണ്ട്. ഈ 300 items സമയം പോലെ ഒരു വ്യക്തി ചെയ്യാണ്. 300-ൽ ഒരു 50 items ചെയ്തിട്ട് ഒരു മാസം ഒരു പിന്നെ 6000 രൂപയൊക്കെ സമ്പാദിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ബാധ്യത ഉണ്ടോ? ആരോടെങ്കിലും ഉത്തരം പറയണോ? ഒന്നും വേണ്ടല്ലോ. വേണ്ട. അതുപോലെ ഷിയോറ മൂവ്മെന്റ്സിന്റെ നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് അത് ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അവിടുന്ന് ചെയ്യുന്ന വ്യക്തികൾക്ക് ഡ്രസ് ഡിസൈനിങ് ആയാലും ഫുഡ് ഐറ്റംസ് ആയാലും ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഈ സുനിത അനുഭവിക്കുന്ന സ്ട്രെസ് ഒന്നും എന്തില്ല, ഇല്ല. ഓക്കെ. പക്ഷെ എന്താണ് പ്രോഫിറ്റ്? നമ്മൾക്കിപ്പോ ഒരു 10 ലക്ഷത്തിന് ബിസിനസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റ് ആയിരിക്കൂല നമ്മൾ ഒരു ഐറ്റം ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ. പക്ഷെ എന്താണ് സ്ട്രെസ്, മൈൻഡ് ഫ്രീ ആയിരിക്കും, സ്ട്രെസ് കുറവായിരിക്കും. അപ്പൊ കൂടി വന്നോളും നമുക്ക്, അങ്ങനെ പ്രോഫിറ്റ് കൂടി വന്നോളും നമുക്ക്. അതെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോഫിറ്റ് കൂടി വരും. അപ്പം നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള മെന്റാലിറ്റി ഉള്ളവരാണെങ്കിൽ ഇനിയും വേണോ വേണ്ടയോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിതക്കറിയാം, സുനിത നമ്മളുടെ ഇവിടുന്ന് മാത്രമല്ല പല കാര്യത്തിലും എൻക്വയറി ചെയ്യുന്ന വ്യക്തിയാണ്. ഒരു കോഴ്സും ഷീ സ്കില്ലിൽ പരിശീലിപ്പിക്കുന്ന പോലെ ഫീസ് കുറഞ്ഞിട്ട് എവിടെയും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞേ. ഇല്ല മാം. നമ്മൾ മാക്രമയുടെ ക്ലാസ്സിന് എത്ര രൂപ മാം വാങ്ങിക്കുന്നത്? സുനിത ചോദിച്ചതുകൊണ്ട് പറയാം. മാക്രേം ഉൾപ്പെടെ ഹോം ഡെക്കർ 30 ഐറ്റം, ഹോം ഡെക്കർ മാക്രേം ഉൾപ്പെടെയുള്ള 30 ഐറ്റംസിന് നമ്മൾ 3 month ഡ്യൂറേഷനിലേക്ക് 3500 30 ഐറ്റംസ്. അതിൽ മാക്രേം ഉണ്ട്, ബീഡഡ് വർക്ക് ഉണ്ട്. ഞാൻ മാക്രമയുടെ ക്ലാസ് 2 days ക്ലാസ് അറ്റൻഡ് ചെയ്തത് 2000 rupees-നാണ്. ഓക്കെ. അത് ജസ്റ്റ് ഒന്ന് ഇവർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ്. 30 ഐറ്റംസ് എന്ന് പറഞ്ഞാല് ഈ ഹോം ഡെക്കർ ആയിട്ട് വരുന്ന 30 ഐറ്റംസ് അത്രയും ഡിമാൻഡുള്ള ഐറ്റംസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. റെസിൻ വർക്ക് ഉണ്ട്, മാക്രേം വർക്ക് ഉണ്ട്, 30 കാറ്റഗറിയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ ആ 30 ഐറ്റംസ് 30 കാറ്റഗറി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ആ ഫീസിൽ പരിശീലിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ചില വരുന്ന എൻക്വയറിക്കില്ലേ എന്തെങ്കിലും ചെയ്യണം, പക്ഷെ ഒട്ടും അവര് നമ്മളിപ്പോ കോഴ്സ് ഫീസ് ഒന്നും ഇല്ലാതെ അവരെ പരിശീലിപ്പിച്ചിട്ട് അവര് നമുക്ക് വെറുതെ ഒരു വർഷം സൗജന്യമായിട്ട് ചെയ്തു തരുമോ? സൗജന്യമായിട്ട് ഞങ്ങൾ പഠിപ്പിക്കാം. ഈ പഠിക്കുന്നവര് ഒരു വർഷത്തോളം നമുക്ക് ആ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് ചെയ്തു തരുമോ? ഇല്ല. പിന്നെ നമ്മൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഫീസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊരു വാല്യൂ കാണില്ല. ഈ 30 ഐറ്റംസ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഹോം ഡെക്കറിൽ 30 ഐറ്റം, ഒരു ഐറ്റംസ് റെസിനാണ്. 3500 ആണ് 3 മാസത്തേക്ക് കോഴ്സ് ഫീസ്. 30 ഐറ്റംസിൽ ഒന്ന് റെസിനാണ്, ഒന്ന് മാക്രേം ആർട്ടാണ്, പിന്നെ
ഒന്ന് മിറർ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ, അങ്ങനെ ഇപ്പൊ സിലബസ് ഫുള്ള് റിവീൽ ചെയ്യാൻ പറ്റില്ല. 30 യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഹോം ഡെക്കറിൽ വരുന്നത്. ഇനി 30 യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഗിഫ്റ്റ് ഐറ്റംസിൽ വരുന്നത്. ഗിഫ്റ്റ് ഐറ്റംസിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ടോട്ടൽ 150 ഗിഫ്റ്റ് ആണ് യുണീക്ക് ആയിട്ടുള്ളത് ഞാൻ ചെക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ആദ്യം ലെവൽ 1 എന്ന് പറഞ്ഞിട്ട് 30 ഐറ്റംസ് ഒരുപാട് ക്യാപിറ്റൽ ഇറക്കി ചെയ്യേണ്ടതല്ലാത്ത എന്നാൽ യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഗിഫ്റ്റ് ഐറ്റംസിലുള്ളത്. ഞാൻ പലരോടും പറയാറുണ്ട് ഗിഫ്റ്റ് ഐറ്റംസിൽ ജോയിൻ ചെയ്തോ എന്നുള്ളത്. അപ്പൊ അതിൽ എല്ലാ കാര്യങ്ങളും റെസിൻ വർക്ക് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതിൽ പലരും ചേഞ്ച് തോണിലെ പലരും ആ ഒരു പിന്നെ എന്താണ് നമ്മുടെ ഈ 5 ഡേയ്സിന്റെ സൗജന്യ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഇത് പിന്നെ ഈ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ക്ലാസ് 250 തന്നെയല്ലേ എന്ന് ചോദിച്ചവരുണ്ട്. അതായത് 100 ദിന പരിശീലനം 250, അതുകൂടാതെ 3 മാസത്തെ പരിശീലനം നമ്മൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്തെടുക്കുന്ന പരിശീലനം അതും 250 എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കാണോ തെറ്റുപറ്റിയത് അല്ലെ ഇവർക്കാണോ? അങ്ങനെ ദയവേത് നിങ്ങൾ ചോദിക്കല്ലേ. ഇത് 250ന്റെ പരിശീലനം 100 ഡേയ്സ് ആണ്. ഈ 100 ഡേയ്സ് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടോ? ഇന്ന് സമയമുള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത വിദ്യ മാം, എന്താണ് ക്ലാസ്സിനെ കുറിച്ച് ഒപ്പീനിയൻ? എന്താണ് പറഞ്ഞേ? 100 ദിന പരിശീലനത്തിന്റെ കാര്യം ചേഞ്ച് തോണിന്റെ ഒരു 2-3 ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം? വിദ്യ എന്നുള്ള ഐഡിന്ന് പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. ഞാനാണോ മാഡം? അതെ മാഡം തന്നെ. എനിക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി കിട്ടി. മാറിയില്ലേ? ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ മാറി കിട്ടി ചെറുതായിട്ട്. എനിക്ക് വർക്ക് ചെയ്യാൻ ഒത്തിരി താല്പര്യമുള്ളതാണ്. ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ ഇങ്ങനെ വിറ്റിട്ടുണ്ട്. എനിക്ക് പിന്നെ അതെനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ കുത്തിയിരുന്ന് അങ്ങനെ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. ഇപ്പൊ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. അതെ, വീട്ടിൽ ചെയ്ത് ഇങ്ങനെ ഞാൻ ക്രാഫ്റ്റ് ആണ് കൂടുതൽ ചെയ്ത് ഇങ്ങനെ വീട്ടിൽ വെച്ചിരിക്കും. വലുതായിട്ട് അങ്ങനെ അത് ചുറ്റുവട്ടമുള്ളവർക്ക് മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. വലുതായിട്ട് അങ്ങനെ പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല. കാരണം എനിക്ക് ഒന്നാമത് ടൈം കിട്ടത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ഇത്. പിന്നെ തീരെ ചെയ്യാത്തതെന്ന് വെച്ചാൽ മോൻ 10ാം ക്ലാസ് ആണ്. അപ്പൊ അവന്റെ കാര്യം നോക്കണം. അപ്പൊ ആ ഒരു ഇത് പഠിത്തവും ഇതായിട്ടൊക്കെ നിൽക്കുക. അപ്പൊ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ ക്ലാസ് ഇട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതാണ് ഞാൻ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മാഡത്തിനോട് എന്താണോ സംസാരിക്കാം. വിദ്യ മാം, ഞാനൊരു കാര്യം പറയാം. വേറൊന്നുമല്ല, എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല. ഓക്കെ, ഒറ്റൊരു കാര്യം പറയേണ്ടത് അതാണ്. എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ല, എല്ലാവർക്കും അവസരം കിട്ടണമെന്നില്ല. ഇത് രണ്ടും ഉള്ളവര് കൃത്യമായിട്ട് മുന്നോട്ട് പോവാ, കൂടെ ഉണ്ടാവും. അത്രേ പറയാനുള്ളൂ. ഇന്നത്തെ ക്ലാസ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളെ വെനസ്ഡേ ആണ്. ആതിര മാമിന്റെ യോഗ ക്ലാസ് ആണ്. പക്ഷെ നാളെ വെനസ്ഡേയിൽ സൂംബന്റെ ക്ലാസ് ആണ്. ആതിര മാമിന്റെ ഹസ്ബൻഡ് നാളെ നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് മാം ബിസിയാണ്. അപ്പൊ നാളെ സൂംബന്റെ ക്ലാസ് ആണ്. അപ്പൊ നാളെ ക്ലാസ്സിൽ കാണാം. തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക് യു. താങ്ക് യു സുനിത റഷീദ്. ഓക്കെ, ഞാൻ കോണ്ടാക്ട് ചെയ്യട്ടെ, വിളിക്കാം.